നമസ്കാരം, SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഈ VD സതീശൻ ഭയങ്കര കൊമേഡിയനാണ്. കൊമേഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിഭീകരമായി കോമഡി പറയും. പക്ഷേ ആവർത്തന വിരസതയുണ്ടോ എന്ന് ചോദിച്ചാൽ പലയിടങ്ങളിലും ആവർത്തന വിരസതയുണ്ട്. നമുക്ക് തന്നെ അറിയാം, പല നടന്മാരും ഒരുപക്ഷെ ആവർത്തന വിരസതയില്ലാതെ കോമഡി കാണിച്ചുകൊണ്ടിരുന്ന ഒരു നടൻ എനിക്ക് തോന്നുന്നു ജഗദീഷ് ശ്രീകുമാർ മാത്രമായിരുന്നു. അങ്ങനെ മറ്റ് പിന്നാലെ വന്ന പല നടന്മാരും ഇങ്ങനെ കോമഡി കാണിച്ചിട്ട് അതിനകത്ത് ആവർത്തന വിരസത ഉണ്ടാകുമ്പോൾ പലരും കളം മാറി ചവിട്ടുകയും ചെയ്യുന്നു. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ പലപ്പോഴും അതിൻ്റേതായ ആ ഒരു പക്വതയോട് കൂടി തനിക്ക് ലഭിക്കുന്ന വേഷങ്ങളെ വളരെ മനോഹരമാക്കി തീർക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിനയ സിദ്ധി തന്നെയാണ് എന്നൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ആണെങ്കിലും സലിംകുമാർ ആണെങ്കിലും എന്തിനേറെ പറയാൻ നമ്മുടെ അന്തരിച്ച മാമുക്കോയാണെങ്കിൽ പോലും അവരൊക്കെ ലെജൻഡുകൾ എന്ന് പറയുന്ന തലത്തിലേക്ക് മാറ്റപ്പെട്ടു. അവരൊക്കെ കോമഡി അസാധ്യമായി അവതരിപ്പിക്കുകയും ആവർത്തന വിരസത ഏതുമില്ല നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ എന്ന് പറയുന്ന കൊമേഡിയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആവർത്തന വിരസത ലേശം അങ്ങോട്ട് കൂടുതലാണ്. ഇപ്പം പല പുതുമുഖ താരങ്ങളുടെയും എല്ലാ അവസ്ഥ അത് തന്നെ. ഈ ആവർത്തന വിരസത കൊണ്ട് നമ്മളെ അങ്ങ് വല്ലാണ്ട് അങ്ങ് മുഷിപ്പിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് VD സതീശൻ അങ്ങനെ ആവർത്തന വിരസതയുള്ളൊരു കൊമേഡിയനായി മാറുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ കോമഡി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അടുത്ത വർഷം, അതായത് 2026 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരും, അതും 100-ലധികം സീറ്റുകൾ പിടിച്ചുകൊണ്ടായിരിക്കും UDF അധികാരത്തിൽ വരിക എന്ന് പറയുന്ന ഒരു മുതുക്ക് കോമഡി അടിച്ചതാണ് VD സതീശൻ്റെ ഏറ്റവും വലിയ കോമഡി. അതൊരു വലിയ കോമഡി തന്നെയാണ്. കാരണം 100 സീറ്റ് പിടിച്ചുകൊണ്ട് UDF കേരളം ഭരിക്കും. ആകെ മൊത്തം കണക്കുകൾ പരിശോധിക്കുമ്പോഴും UDFന് നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ നിഷ്പക്ഷ സീറ്റുകൾ എന്ന് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് സീറ്റുകളൊന്നുമില്ല. എല്ലാം കൂടെ കണക്കാക്കി ഒരു 10-60 എങ്ങനെ വേണമെങ്കിലും ഒപ്പിക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം നടക്കണം. അതായത് നിലവിലുള്ള സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത, നിലവിലുള്ള സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന സർക്കാർ, ജനങ്ങളിലേക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം, പെൻഷൻ 18 അല്ല 20 മാസം മുടക്കുന്ന സാഹചര്യം, നമ്മുടെ റോഡുകളുടെ ശോചനീയാവസ്ഥ, നമ്മുടെ ദേശീയപാത വികസനം എങ്ങും എത്താതെ കിടക്കുന്നു, ദേശീയപാത പഴയപടി തന്നെ തുടരുന്നു, നമ്മുടെ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടുന്നു, നമ്മുടെ വിദ്യാലയങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സമയാസമയങ്ങളിൽ പുസ്തകങ്ങൾ കിട്ടുന്നില്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകിടമറിഞ്ഞു കിടക്കുന്നു, നമ്മുടെ ആതുര ശുശ്രൂഷ മേഖലയിൽ അവിടുത്തെ ആരോഗ്യമന്ത്രി മരുന്നുകൾ അടിച്ചുകൊണ്ടുപോയി സ്വന്തം പേരിൽ സ്വന്തം ബെനാമി ഇടപാടിൽ നടക്കുന്ന ആശുപത്രിയിലേക്ക് ഈ മരുന്നുകൾ അവിടുത്തെ ഫാർമസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ജനറൽ ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴും വാർഡുകൾ എല്ലാം ശോചനീയ അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന ഒരു ഗതികേടിൽ കഴിയുന്നു. പലരും ജീവച്ഛവം പോലെ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ കിടന്ന് നരകിക്കുന്നു. ആശുപത്രികളുടെ എണ്ണം കുറയുന്നു. അങ്ങനെ തുടങ്ങി നിരവധിയായ കാരണങ്ങൾ ഇങ്ങനെ മുഴച്ചു നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു മൃഗീയ ഭൂരിപക്ഷം, അതായത് 100 എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് UDFന് എത്തിപ്പെടാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് പിന്നെ VD സതീശൻ പറയുമ്പോൾ ഇതൊരു കോമഡിയായി മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അങ്ങനെ സാഹചര്യമില്ല. നിലവിൽ അത്തരം സാഹചര്യങ്ങളേ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ VD സതീശൻ പറയുന്ന പോലെ അതൊരു 100 സീറ്റ് എന്ന് പറയുന്ന ഒരു മാജിക്കൽ ഫിഗറിലേക്ക് എത്തുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരു വലിയ കോമഡിയാണ്. അതുകൊണ്ടാണ് VD സതീശൻ കേരളത്തിലെ ഏറ്റവും മികച്ച കൊമേഡിയൻ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. കേരള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പുരസ്കാരം പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പുരസ്കാരം ആരംഭിച്ചാൽ അതിൻ്റെ ആദ്യത്തെ അവകാശി നമ്മുടെ VD സതീശൻ തന്നെ ആയിരിക്കും. അത് മറ്റെങ്ങും പോകില്ല. 100 സീറ്റേ. പിന്നെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണെങ്കിലും K മുരളീധരനാണെങ്കിലും പിന്നെ KC വേണുഗോപാലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും എന്തിനേറെ എല്ലാവരും പറയുന്ന മറ്റൊരു മുതുക്ക് കോമഡിയാണ് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന്. ഇതൊരു കോമഡിയാണെന്ന് കേരളത്തിലെ ഇതുവരെയുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. കേരളത്തിലെന്നല്ല നമ്മുടെ രാജ്യത്ത് ഇന്ന് വരെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒറ്റക്കെട്ടായി ഒരിടത്ത് നിന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരിടത്ത് പോലും. ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ പോലും എവിടെയെന്നാണ്? കർണാടകയിൽ നിന്നാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അതിനകത്തുണ്ടാകുന്ന ഇപ്പോൾ സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ തർക്കം നടക്കുന്നു. സ്വാഭാവികമായി അവർ തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഹരിയാനയിൽ എന്തുകൊണ്ടാണ് പോയത്? ഹരിയാന കിട്ടാതെ പോയതും ഈ പറയുന്ന ആരുടെ പിടിപ്പീട് കൊണ്ടാണ്? അവിടുത്തെ PCCയുടെ പ്രശ്നം കൊണ്ടാണ്. കർണാടകയിൽ ഇനിയിപ്പം ഭരണം നഷ്ടപ്പെടുന്നു. ആരുടെ ഗുണം കൊണ്ടാണ്? ഈ പറയുന്ന തമ്മിത്തല്ല് കാരണമാണ്. അപ്പോൾ ഒറ്റക്കെട്ട് എന്ന് പറയുന്നതാണ് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കോമഡി. അപ്പോൾ അങ്ങനെ 2 കോമഡികളായി.
ഇനി എന്തുകൊണ്ടാണ് വീണ്ടും ഒരു കോമഡി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം തന്നെ വി ഡി സതീശൻ്റെ ഒരു വലിയ പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ എനിക്ക് പിണറായി വിജയനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ വിചാരിക്കും പിണറായി വിജയൻ്റെ നിലപാടുകൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് പറയാമല്ലോ, മുഖ്യമന്ത്രി ഇഷ്ടമാണ് എന്നൊരു പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ തെറ്റില്ലല്ലോ. സ്വാഭാവികമായും നമ്മൾ എല്ലാ ഇടതുപക്ഷക്കാരും നമ്മുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇഷ്ടപ്പെടുന്നത് പോലെ അദ്ദേഹത്തിനും ഇഷ്ടമാണ്. ഓക്കെ, പക്ഷേ അതല്ല പ്രശ്നം. പിന്നീട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ ഒരാളാണ് EMS. ശരിയാണ്, EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന സഖാവ് ചരിത്രത്തിൻ്റെ ഭാഗമായി. കാര്യം കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നയിച്ചത് EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ചരിത്രത്തിൽ എല്ലാ കാലവും അത് ചരിത്രത്തിൻ്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതിയിട്ടിരിക്കും. പക്ഷേ അതിന് തുരങ്കം വെച്ച ആളുകളുണ്ട് എന്നുള്ള കാര്യം വസ്തുത മറക്കരുതല്ലോ. എന്താണ് വിമോചന സമരം എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, അത് ആരുടെ കയ്യിലിരിപ്പാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നിട്ട് ഈ പിന്നെ തൊട്ടടുത്ത കാര്യം പറയുന്നത് മറ്റൊരു കാര്യത്തിൽ പിണറായി വിജയനും ചരിത്രത്തിലേക്ക് ഇടം നേടും. എന്താണ് അങ്ങനെ പിണറായി വിജയൻ ചരിത്രത്തിലേക്ക് ഒരു തുടർഭരണം നേടി മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ? ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം തുടർഭരണം നേടി. പിന്നെ ഏറ്റവും കൂടുതൽ വികസന കാഴ്ചപ്പാടുകൾ കേരളത്തിന് അവതരിപ്പിച്ചു. സ്കൂളുകൾ നവീകരിച്ചു, ആശുപത്രി കെട്ടിടങ്ങൾ നവീകരിച്ചു, ആരോഗ്യ മേഖല മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോയി. പിന്നീട് നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങൾ കിട്ടുന്ന 10 വർഷങ്ങൾ പൂർത്തിയാക്കുന്നു. ലോഡ് ഷെഡിങ് ഇല്ലാത്ത, ഇന്ന് കുട്ടികൾക്ക് അറിയില്ല പവർ കട്ട് എന്താണ്, ലോഡ് ഷെഡിങ് എന്താണെന്നും കുട്ടികൾക്ക് അറിയില്ല. അതൊക്കെ നമ്മൾ അധ്യാപകരുടെ ഒരു പ്രധാനപ്പെട്ട ജോലി ഇതാണ്. ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതപ്പോൾ കുട്ടികൾ ചോദിക്കും എന്താണ് സർ ലോഡ് ഷെഡിങ് എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഇല്ലാത്ത ഒരു കാലഘട്ടം. IT മുന്നോട്ട് പോകുന്നു, വ്യവസായവൽക്കരണം ഇവിടെ നല്ല രീതിയിൽ നടക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, പാർക്കുകൾ, ടൂറിസം മേഖല ത്വരിതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് ദേശീയപാത വികസനം കാര്യക്ഷമമായി നടന്നു പോകുന്നു. സ്ഥലമേറ്റെടുപ്പൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥലമേറ്റെടുക്കൽ നടക്കുകയും ഒക്കെ ചെയ്ത ഒരു 10 വർഷമാണ് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഇതിനകത്ത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അപ്പോൾ അതൊരു ഭരണ നേട്ടമാണ്. അങ്ങനെയാണെങ്കിൽ അത് ചരിത്രത്തിൽ ഇടം പിടിക്കേണ്ടതാണ്. കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൃത്യമായി ഉച്ചക്കഞ്ഞി വിതരണം, അവർക്ക് അവരുടെ മെനു വരെ പരിഷ്കരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിയ വരെ ചരിത്രപരമായ തീരുമാനങ്ങളെടുത്ത ഒരു മന്ത്രിസഭ തന്നെയായിരുന്നു. പിന്നെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇനിയും EMSനെ പോലെ തന്നെ ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നത് എന്ന് സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം. തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ കാലത്താണുള്ള വിഴിഞ്ഞം പോർട്ട്, മെട്രോ റെയിൽ പദ്ധതി, അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചാൽ പിന്നെ വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള സ്ഥലമേറ്റെടുപ്പുകൾ നടന്നു. അങ്ങനെ തുടങ്ങി പിന്നെ ഗെയിൽ വാതക പൈപ്പ് ലൈൻ അതിൻ്റെ ആരംഭം കുറിച്ചു. അപ്പോൾ ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളിലും ചരിത്രപരമായ ചില തീരുമാനങ്ങൾ LDFൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അങ്ങനെ നോക്കുമ്പോഴും പിണറായി വിജയൻ ചരിത്രത്തിൽ ഇടനേടാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ വി ഡി സതീശൻ പറഞ്ഞ കാരണം അതല്ല. വി ഡി സതീശൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ചരിത്രത്തിലേക്ക് കയറുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പിണറായി വിജയനായിരിക്കും കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. കൊള്ളാം, അതായിരുന്നു ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കോമഡി. ഏറ്റവും മികച്ചതെന്ന് വെച്ചാൽ ഏറ്റവും മികച്ച കോമഡി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവായിരിക്കും കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന്. ശരി, എങ്ങനെ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇനിയും അധികാരത്തിൽ വരാതിരിക്കണമെങ്കിൽ UDF ശക്തിമത്തായ ഒരു മുന്നണിയായിരിക്കണം. UDFന് അടുത്ത തവണ 2026 കേരളത്തിൻ്റെ ഭരണം കിട്ടണം. ഈ ഭരണം കിട്ടിയാൽ മാത്രം പോരാ, 2031 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതേ സർക്കാർ അല്ലെങ്കിൽ UDF അധികാരത്തിൽ കയറണം. സാധ്യമാകുമോ? ഇവിടെ ലൈഫ് മിഷൻ പദ്ധതി പിരിച്ചുവിടുമെന്ന് പറയുന്ന ഒരു വിഭാഗം, അതോടൊപ്പം തന്നെ ഇവിടെ ഉമ്മൻചാണ്ടി ഇവിടെ 5 ലക്ഷത്തോളം വീടുകൾ വെച്ചു കൊടുത്തു എന്ന് പറയുന്ന നുണപ്രചരണം, ഒരു 5000 വീട് പോലും വെച്ചു കൊടുത്തിട്ടില്ല, എന്നിട്ടും 5 ലക്ഷത്തിലധികം വീടുകൾ വെച്ചു കൊടുത്തു എന്ന് പറയുന്ന കള്ളപ്രചരണം. പിന്നെ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്തെ പെൻഷനകത്തുണ്ടായ വീഴ്ച, 2040 വരെ കൊടുത്താൽ പോലും തീരാത്തത്രയും ബാധ്യത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പെൻഷൻ വിതരണം എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനെ നമുക്ക് ഓർമ്മയുണ്ട്. ആശുപത്രിയിൽ മരുന്നൊളിച്ച് കടത്തിയത്, അതും VS ശിവകുമാറിൻ്റെ നേട്ടം, ഭരണ നേട്ടമായി നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയെല്ലാം നോക്കുമ്പോഴും ഇത് വീണ്ടും ഒരു 10 വർഷം കൂടി ഭരിച്ചാലേ വീണ്ടും ഈ പിണറായി വിജയനായിരിക്കും കേരളത്തിൻ്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടാൻ UDFന് സാധിക്കൂ. എന്നാൽ അങ്ങനെ ഒരു പോക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്?
എന്തിനാ 2026 പോലും, അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും UDF-നകത്തുള്ള താഴേക്കിടയിൽ ഒരു അണിക്ക് പോലും ഇല്ല, ഒരാൾക്ക് പോലും ഇല്ല ഭരണം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് പാർട്ടി സ്പ്ലിറ്റഡ് ആണ്, തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണെന്നേ, ദുർബലപ്പെട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചെന്നിത്തലയും കോൺഗ്രസ് നേതാക്കളും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കോമഡിയെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഒറ്റക്കെട്ട്. എല്ലാവരും ഒറ്റക്കെട്ടല്ല, ഓരോരുത്തരും ഒറ്റക്കെട്ടാണ്. അതായത് ഓരോ കെട്ടുകളാണ് എന്ന് പറയുന്നതാണ് ശരി, അല്ല ഒറ്റക്കെട്ടല്ല, ഓരോ കെട്ടുകളാണ്. ചെന്നിത്തല ഒരു കെട്ടാണ്, VD സതീശൻ ഒരു കെട്ടാണ്, അപ്പുറത്തോട്ട് മാറി ഷാഫി പറമ്പിലും രമേശ് പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലും KC വേണുഗോപാലും അതൊരൊറ്റക്കെട്ടാണെന്ന് പറയാൻ കഴിയും. ഉപജാപകന്മാരുടെ, വൃത്തികെട്ടവന്മാരുടെ, നെറികെട്ടവന്മാരെ, സ്ത്രീ പീഡകന്മാരുടെ ഒരു മന്ത്രിസഭയായിരിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ അധികാരമേൽക്കാൻ പോകുന്നത്. അത് അസന്നിഗ്ധമായി പറയുകയാണ്, എഴുതിയിടാൻ പറ്റുന്ന രീതിയിൽ പറയുകയാണ്. ഒരു പെൺകുട്ടി എന്നല്ല, കേരളത്തിലുള്ള ഏകദേശം 100ഓളം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഉൾപ്പെടെയുള്ള വീടുകളിൽ കയറി തോന്യാസം കാണിച്ച് ഇപ്പോൾ അതിധൈര്യവാനാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ ഒരു പ്രതീതി ഉണ്ടാക്കി 6-7 ദിവസമായിട്ട് മുങ്ങി നടക്കുന്ന ഒരു നീചനും വൃത്തികെട്ടവനും നിന്ദ്യനുമായ ഒരുത്തനെ ചുമന്നുകൊണ്ട് നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. സസ്പെൻഷനൊക്കെ വെറുതെയാണെന്ന്, വെറും പടം മാത്രം. ഈ അവനെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഗോതയിലോട്ട് കെട്ടിയിറക്കിയത് CPM-കാരല്ല, ഇതേ UDF നേതാക്കന്മാരാ. ഈ വൃത്തികെട്ടവനെ ഈ പറയുന്ന ആളുകൾക്കിടയിലേക്ക് ഇറക്കി വിട്ടത് ഇതേ UDF-കാർ തന്നെയാണ്. കോൺഗ്രസിനുണ്ട് ഉത്തരവാദിത്തം, ഇല്ല എന്ന് പറഞ്ഞ് കൈ കഴുകി പോകാൻ ഒരുത്തനും പറ്റത്തില്ല, ഒരുത്തനും. ഇതിൽ പിന്നെ VD സതീശനെയും ചെന്നിത്തലയും K മുരളീധരനെയും നമുക്ക് ഒഴിവാക്കി നിർത്താം. K സുധാകരൻ അടക്കമുണ്ടെന്നേ. ഇത്രയും നെറികേടും നാണക്കേടും പേര് നടക്കുന്ന കോൺഗ്രസ് പാർട്ടി 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കാനൊരു സുഖമുണ്ട്, പക്ഷേ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. എന്ത് വിശ്വസിച്ച് ജനം നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണം? എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യണം? സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം ഇതാ, ഇവരെന്തൊക്കെ ചെയ്യും? ഇവിടെ അവരതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഇപ്പം തന്നെ ഇറക്കിയ പ്രകടന പത്രിക, ഇന്നത്തെ വാഗ്ദാനം നാളത്തെ യാഥാർത്ഥ്യം എന്നും പറഞ്ഞ് ഇറക്കിയൊരു പ്രകടന പത്രിക ഉണ്ടല്ലോ. ഇവിടെ LDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതിനെയൊക്കെ പദ്ധതികൾക്ക് മുൻപിൽ നവീകരിച്ച്, ആധുനിക സൗകര്യങ്ങളോടുകൂടി നവീകരിച്ച് എന്ന് പറയുന്നത് 2 വാക്കാടി ചെയ്ത് ഇറക്കിയ സാധനമല്ലേ അത്? അല്ലാതെ വേറെന്തോ ചെയ്ത്? മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത്? കുടിവെള്ള പദ്ധതി കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത്? അപ്പോൾ ഇതെല്ലാം വളരെ, ഇവിടുത്തെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചു, അത് സർക്കാർ ചെയ്തതല്ലേ? ഇവിടെ പിന്നെ തൊഴിൽ രഹിതരുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി സർക്കാർ ചെയ്തതല്ലേ? അപ്പം ഇതെല്ലാം സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളിലെ എല്ലാം മുന്നിൽ നവീകരണം എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ പുതിയ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ നവീന സാങ്കേതിക വിദ്യ, ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ ചേർത്തതിനപ്പുറത്തേക്ക് ആ പ്രകടന പത്രിക, ആ മാനിഫെസ്റ്റോയ്ക്ക് യാതൊരു വാല്യൂ ഇല്ല. ഇല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് UDF അധികാരത്തിലേക്ക് കയറുന്ന ഒരു കാര്യമൊന്നുമില്ല. എന്നിട്ട് പിന്നെ VD സതീശൻ മറ്റൊരു കോമഡി കൂടെ പറയും, നിങ്ങൾ ഈ CPM പ്രവർത്തകരെ കാണുമ്പോൾ അങ്ങ് ചിരിച്ച് കാണിച്ചേക്കണം എന്നാണ് പറയുന്നത്. ചിരിച്ചോളൂ, നല്ലതല്ലേ, ചിരിക്കുന്ന ആരോഗ്യത്തിന് നല്ലതല്ലേ. അല്ലാതെ പിന്നെ K സുധാകരൻ പറഞ്ഞ പോലെ അയാൾ എന്നെ നോക്കി അങ്ങോട്ട് ചിരിക്കുക, എന്താ അത് വൃത്തികെട്ടവൻ എന്നുള്ള രീതി ഉണ്ടായിരുന്നല്ലോ ആരുടെ? K സുധാകരൻ്റെ. അപ്പോൾ അതിലൊന്നും പേടിക്കണ്ട, രാഷ്ട്രീയ മാന്യതയാണ് ചിരിച്ച് കാണിക്കുക. പക്ഷെ ആ ചിരിയിൽ നിന്ന് കാരണം എന്താണ്, ആ ചിരിയുടെ കാരണം കൂടി എന്താണെന്നുള്ളത് കേൾക്കണം. അങ്ങനെ ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകുക, ആ CPM-ൻ്റെ നാറിയ ഭരണത്തിൽ മനംമടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവരെല്ലാം കോൺഗ്രസിന് തന്നെ വോട്ട് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഭരിക്കാഞ്ഞിട്ട് തന്നെ, ഭരണം 10 വർഷമായിട്ട് കയ്യിലില്ലാഞ്ഞിട്ട് തന്നെ വയനാട് പുനരധിവാസ ഫണ്ട് തട്ടിപ്പ്, അത് ചെറിയവന്മാരും വലിയവന്മാരും തട്ടി, അതായത് KPCC യൂത്ത് കോൺഗ്രസും തട്ടി. എന്നിട്ട് പിന്നെ കോടിക്കണക്കിന് രൂപ വെട്ടിച്ചവനേക്കാൾ പകരമായി OJ ജനീഷ് എന്ന് പറയുന്ന ഒരുത്തം വന്നിരിക്കുകയാണ്. അതായത് ഇവിടെ തെരുവിൽ കിടന്ന് അടി കൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ചികിത്സയ്ക്ക് വേണ്ടി പിരിച്ച 18 ലക്ഷം രൂപ വലിപ്പിച്ചു. ഇത് ഈ പേരും പറഞ്ഞ ഈ അഴിമതി ആരോപണം നേരിട്ടിരിക്കുന്ന OJ ജനീഷ് എന്ന് പറയുന്ന ഒരുത്തനാണ് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മലിട്ടവും പോയ കടുക്കനിട്ടവും വരുമെന്ന് പറയുന്ന പോലെ പിന്നെ OJ ജനീഷിനെ കൊണ്ടുവന്നിരുത്തി. വയനാട് ഫണ്ട് തട്ടിപ്പ്, പെണ്ണ് കേസ്, എന്താ ഇല്ലാത്ത എല്ലാമുള്ള ഒരു സർവമാന പാക്കേജാണ് UDF എന്ന് പറഞ്ഞാൽ. ഈ UDF-നെയാണ് ജയിപ്പിക്കുക. അപ്പോൾ ഈ ആൾക്കാരാണ് ചിരിച്ച് കാണിക്കുക. കാര്യം ശരിയാ, ചിരിക്കുക നല്ലതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിരി കൊണ്ടെല്ലാം മറയ്ക്കാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ പ്രയോജനം.
അവിടെ ഇപ്പോൾ ഇടതുപക്ഷ സഹയാത്രികരോടും ചിരിച്ചു കാണിക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഇവിടെ ജനവിദ്രോഹപരമായ പ്രവർത്തനം, വികസനങ്ങളില്ലാത്ത വികസന മുരടിപ്പ് അനുഭവിച്ച് ഒരു 10 വർഷം കടന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികന്മാർക്കെല്ലാം മാനസിക പ്രശ്നമാണ്. അതുകൊണ്ട് ആ വോട്ടും UDF തന്നെ കിട്ടും. അതുകൊണ്ട് എല്ലാവരും കാണുമ്പോൾ ചിരിച്ചു കാണിച്ചേക്കുക എന്ന് പറയുന്ന ഒരു മുതുക്കു കോമഡി VD സതീശൻ അടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കേരളം കഴിഞ്ഞ UDF സർക്കാരിനേക്കാൾ 2016 ശേഷം കേരളം നേടിയിട്ടുള്ള വികസന കാഴ്ചപ്പാടുകൾ, വികസന മാതൃകകൾ കേരളം സൃഷ്ടിച്ചിട്ടുള്ളത് ഏത് തരത്തിലാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്തിനാണ് എൻ്റെ പൊന്ന് VD സതീശൻ ഇങ്ങനെ പൊട്ടം കളിക്കുന്നത്? VD സതീശൻ ഒരു കാര്യം മനസ്സിലാക്കുക. VD സതീശൻ നിങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് നോക്കൂ. നിങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണ് തോണ്ടിയെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്മാർ. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള ഇവിടുത്തെ ഉപജാപക സംഘം, അവന്മാർ നിങ്ങളുടെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോവുകയല്ല, തോണ്ടിയെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അതും വലിയ ഷാവലും കൊണ്ട്. അത് നിങ്ങൾ അറിയുന്നില്ല. ഈ അറിയാതെ നിന്നുകൊണ്ടാണ്. പിന്നെ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിങ്ങനെ അഭിമാന പുളകിത അന്തരംഗത്തോടു കൂടി നിൽക്കണമല്ലോ. അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങളാണ് VD സതീശൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഇത്തരം മുതുക്ക് കോമഡികൾ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.